മനുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലീന. അലീന ചോദിക്കുന്നത് ഇങ്ങനെയാണ്: മനുവേട്ടന് അറിയില്ലായിരുന്നോ ഞാൻ എവിടേക്കാണ് വരുന്നത്, ആരുടെ വീട്ടിലേക്കാണ് വരുന്നത് എന്നൊക്കെ? മനു പറയും, എന്നോട് അങ്കിളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. പിന്നെ നിന്നെ കൊടുന്നാക്കാൻ എനിക്ക് കൂടി വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്കിളിനത് താല്പര്യമില്ലെന്ന് തോന്നി. കാരണം ഞാൻ അധികപ്പറ്റായാലോ, ഇനി ഈ ആരുടെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ അധികപ്പറ്റാകും. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത് എന്ന്. അപ്പോൾ അലീന പറയുകയാണ്, മനേട്ട, ഈ വീട് ഒരു പ്രത്യേകതരം വീടാണ്. ഈ വീട്ടിലെ ആൾക്കാരുകൾ എങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നൊന്നും മുന്നേ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പപ്പയാണെച്ചെങ്കിൽ ആകെ ഒരു പട്ടാളച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. പിന്നെ എന്നോട് ഇഷ്ടമാണോ ഇഷ്ടക്കേടാണോ അതും എനിക്കറിയില്ല. അപ്പോൾ മനു പറയും, അതിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇത്രയും വർഷം അയാൾക്ക് ഈ ഒരു മകളെക്കുറിച്ച് അറിയണ്ടായിരുന്നില്ല. കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളുടെ അടുത്ത് ഒരാൾ വന്ന് ഒരു നേരം വിളിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾക്കൊരു മകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. ചിലരാണെച്ചെങ്കിൽ ഓടിക്കോ കണ്ട വഴി എന്ന് പറഞ്ഞ് ഓടിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ അദ്ദേഹം അതൊന്നും ചെയ്തില്ലല്ലോ, നിന്നെ അംഗീകരിച്ചല്ലോ, അതും ഒരു നല്ല കാര്യമല്ലേ എന്ന്. അപ്പോൾ അലീന പറയുകയാണ്, ഇവിടത്തെ രീതികളൊക്കെ നല്ല വ്യത്യാസമുണ്ട് എന്ന് പറയുകയാണ്. മനു പറയും, അതിനോടൊക്കെ നീ ഇണങ്ങി ചേർന്നോളും. പിന്നെ മനു പറയുകയാണ്, ഞാൻ വീട്ടിൽ പോയിരുന്നു, വൈജാൻറ്റി അവിടെ ഉണ്ട് ഇപ്പോൾ എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ വൈജാൻറ്റി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. ഇനി അതെന്താവുമെന്ന് അറിയില്ല. അങ്കിളെന്തായാലും പൊടിക്ക് വിട്ട് കൊടുക്കാൻ ചാൻസ് ഇല്ല. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്കിള് വല്ലതും ബോംബ് പൊട്ടിക്കുകയായിരിക്കും. എന്തായാലും കണ്ട് തന്നെ അറിയണം. പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ നയിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നൂലിന്മേ കളിയാണ്. എന്തെങ്കിലും കാരണവശാൽ ഒരിത്തിരി തെറ്റിക്കഴിഞ്ഞാൽ ആകെ എല്ലാം കൂടി തകരും എന്നുള്ളൊരവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ നിൽക്കണം. പിന്നെ ഞാൻ ഈ നിൽക്കുന്ന എൻ്റെ വീട്ടിൽ മനു പറയുകയാണ്, സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് തന്നെ പറയാൻ പറ്റില്ല, കാരണം ആരും അത്ര മണ്ടന്മാരൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാനും അങ്ങനെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയുകയാണ്, ഞാനിവിടെ ഒറ്റപ്പെട്ട പോലെയാണ് മനുവേട്ട, എനിക്ക് ഭയങ്കര വിഷമമാണ് എന്ന്. മനു ആശ്വസിപ്പിക്കും, നീ വിഷമിക്കേണ്ട, നിനക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ, ഞാനിവിടെ ഉണ്ടല്ലോ, നീ വിഷമിക്കേണ്ടടി എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, താങ്ക് യു മനുവേട്ട, ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളത് മാത്രമാണ് എനിക്കൊരു ധൈര്യമെന്ന്. പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്, പിള്ളേരുടെ കാര്യമൊക്കെ ചോദിക്കും അലീന. അതിനുശേഷം അലീന പറയും, ഞാൻ പിള്ളേരെയൊക്കെ ഒന്ന് വിളിക്കട്ടെ, ഞാൻ അവരെയൊന്നും വിളിച്ചിട്ടില്ല, ഇവിടെ വന്നിട്ടൊന്ന് സെറ്റായിട്ട് വിളിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്, ഞാൻ അവരെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അലീന ഫോൺ കട്ട് ചെയ്യണം. എന്നിട്ട് അലീന വീട്ടിലോട്ട് വിളിക്കുമ്പോൾ രോഹിത്തിനാണ് വിളിക്കുന്നത്. രോഹിത്ത് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ചോദിക്കും, അലീന ചേച്ചി എന്താണ് അവിടെ, എന്താ ചേച്ചി ഇത്ര നേരമായിട്ട് വിളിക്കുന്നത്, നിങ്ങൾ ചേച്ചിയുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ അലീന പറയും, ഞാനിവിടെ വന്നിട്ടൊന്ന് സെറ്റായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മോനെ, പിന്നെ എല്ലാവരും അവിടെ ഓക്കെ ആണോ? അപ്പോൾ രോഹിത്ത് പറയും, ആരും ഇവിടെ ഓക്കെ അല്ല എന്ന്. അപ്പോഴേക്കും ഫോണിൻ്റെ ശബ്ദം കേട്ടിട്ട് ബബിതയും കൃഷ്ണമോളും ഓടി വരും. അപ്പോൾ ബബിത പറയും, എനിക്ക് ഈ ഫോൺ തായോ രോഹിത്തേട്ടാ, ഞാൻ സംസാരിക്കട്ടെ ചേച്ചിയുടെ അടുത്തെന്ന്. അപ്പോൾ രോഹിത്ത് പറയും, വേണ്ട വേണ്ട, ഞാൻ സംസാരിക്കട്ടെ, ചേച്ചി ഇപ്പം എന്നെ വിളിച്ചതുള്ളൂ. അപ്പോൾ അലീന പറയുകയാണ്, മോനെ നീ ഒരു കാര്യം ചെയ്ത് സ്പീക്കർ മോഡിലിടും, എന്നിട്ട് സംസാരിക്കുന്നു. അങ്ങനെ രോഹിത്ത് സ്പീക്കർ മോഡിലിടുകയാണ്. സ്പീക്കർ മോഡിലിട്ട് കഴിഞ്ഞപ്പോൾ ബബിതയും കൃഷ്ണമോളും ചോദിക്കണം, അലീന ചേച്ചി എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ, അവിടെ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ്? അപ്പോൾ അലീന പറയാണ്, ഇതൊരു വലിയ ബംഗ്ലാവാണ്, 8-10 മുറികളുണ്ട്, വലിയ വലിയ റൂമുകളാണ്. ഇവിടുത്തെ ആളൊരു കേണലാണ്, പിന്നെ റിട്ടയർഡ് കേണലാണ്. ഇവിടെ ഒരു എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് സ്റ്റാഫുകളും ഉണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കും, വേറെ സ്ത്രീകളൊക്കെ ഉണ്ടോ അലീന ചേച്ചിന്ന്? അപ്പോൾ അലീന പറയും, ഞാനിവിടെ സ്ത്രീകളെ ആരെയും കണ്ടിട്ടൊന്നുമില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അലീന കൃഷ്ണമോൾ ചോദിക്കും, ജോലി എന്താണെന്ന് പറഞ്ഞോ? ഇല്ല, ജോലി എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ ഇന്ന് വന്ന ദിവസമല്ലേ ഉള്ളൂ, അപ്പം റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ രോഹിത്ത് പറയും, ഈ സ്ത്രീകളൊന്നും ഇല്ലാത്ത വീട്ടിൽ എന്തിനാ അച്ഛൻ അലീന ചേച്ചിയെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്, ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ചേച്ചിയുടെ സേഫ്റ്റിയെ കുറിച്ചിട്ടെന്ന്. അപ്പോൾ അലീന പറയും, നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ, കാരണം അച്ഛൻ എന്നെ സേഫായിട്ടുള്ളൊരു സ്ഥലത്തല്ല, അത് എവിടെയും കൊണ്ടാക്കില്ല, അതുകൊണ്ട് നിങ്ങളത് ആലോചിച്ച് പേടിക്കേണ്ട. പിന്നെ എനിക്കിവിടെ കിടക്കാൻ വളരെ നല്ലൊരു റൂമോ സ്ട്രോങ് ആയിട്ടുള്ള റൂമൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയും, എന്നാലും ഞങ്ങൾക്കൊരു സമാധാനമില്ല ചേച്ചി. അപ്പോൾ അലീന ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ പേടിക്കുകയേ വേണ്ട, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കണം. അപ്പോൾ ബബിത പറയും, എന്തൊക്കെയോ ചവച്ചരച്ചു കഴിച്ചു എന്ന് വരുത്തിയിട്ടുണ്ട് എന്ന്.
ശരി, പിന്നെ മാഡം വന്നില്ലേ, മാഡം എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇവിടെ വരലും പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതാണല്ലോ, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അച്ഛനിന്ന് വരില്ല എന്നും പറഞ്ഞ് വിളിച്ചു എന്ന് പറയും. എന്നാൽ ശരി മക്കളെ, ഞാൻ ഫോൺ വയ്ക്കാമെന്ന് പറയണം. പിറ്റേ ദിവസം അലീന ഇങ്ങനെ സ്റ്റാൻലിയുടെ വീടിൻ്റെ തൊടിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു ചേച്ചി വരുന്നു. കാരണം വലിയൊരു വീടല്ലേ, കുറേ സ്ഥലങ്ങൾ നടന്ന് കാണാനുണ്ട്. അലീന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേച്ചി ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ ചേച്ചി ചോദിക്കും ആരാ, അലീനയോട് ചോദിക്കും ആരാ, ഇവിടുത്തെ സാറിനെ കാണാൻ വന്നതാണോ. അപ്പോൾ അലീന പറയും അല്ല, ഞാൻ ഇവിടുത്തെ ആൾ തന്നെയാണ്, ചേച്ചി ആരാ. അപ്പോൾ ഈ ചേച്ചി പറയും ഞാനിവിടെ അടിക്കാനും തുടയ്ക്കാനും തൂക്കാനൊക്കെ വേണ്ടി വരുന്നതാണ് എന്ന്. എന്നാൽ ശരി മോളെ, ഞാൻ പോയിട്ട് അടിക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യട്ടെ. ഇവിടുത്തെ പൗലോസേട്ടനും ആൻ്റപ്പ ചേട്ടനും എപ്പോഴാണ് എണീക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ അവർ 8 മണിയൊക്കെ ആവും. അപ്പോഴേക്കും ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞ് ചേച്ചി ജോലിക്ക് വേണ്ടിയിട്ട് അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ ആ ചേച്ചി അകത്തോട്ട് പോകുമ്പോൾ പിന്നാലെ അലീനയും വരും. എന്നിട്ട് അലീന ചോദിക്കും ചേച്ചി ഞാൻ എന്തെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ. വേണ്ട മുളയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആ ചേച്ചി പാത്രങ്ങളൊക്കെ കഴുകുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ എന്നിട്ട് ആ ചേച്ചി ചോദിക്കും അല്ല മോൾ ഇവിടുത്തെ ആരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന്. ഞാനിവിടുത്തെ ആൾ തന്നെയാണ്, പക്ഷെ ആരാന്ന് എനിക്കും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ ചേച്ചിക്കും പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. അങ്ങനെ ചേച്ചി പറയും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു, ഇനി ബാക്കി അവർ വന്നിട്ട് ചെയ്തോളും, അവരെ എണീക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. എന്നാൽ ശരി മോളെ, ഞാൻ പോകട്ടെ എന്ന്. അപ്പോൾ ചേച്ചി നേരെ വീട്ടിലോട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുക അലീന. ഇല്ല മോളെ, ഇങ്ങനത്തെ 3-4 വീടുകളുണ്ട്, ഇങ്ങനെ 3-4 വീട്ടുകളിൽ അടിക്കുകയും തുടയ്ക്കുകയും പാത്രം കഴുകുകയൊക്കെ ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിക്കേണ്ട മോളെ, ഒരു വീട്ടിലെ പണി കൊണ്ടൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ആ ചേച്ചി വരുമ്പോൾ ഒരു സഞ്ചി കൊടുന്നിരുന്നു. ആ സഞ്ചി ചുരുട്ടി പിടിച്ചിട്ടാണ് വന്നിരുന്നത്, പക്ഷെ പോകുമ്പോൾ സഞ്ചി നിവർത്തി പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അലീന ചോദിക്കും എന്താ സഞ്ചിയിൽ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആണ് ആ സഞ്ചിയിൽ ഈ ചേച്ചി വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് അരിയും പഞ്ചസാരയും ചെറുപയറൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നത് കാണുന്നത്. അപ്പോൾ ആ ചേച്ചി പറയും ഇതെനിക്ക് ഇവരെടുത്ത് തരുന്നതാണ്, കാരണം എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തരുന്നതാണ് എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നത് ശരി കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അങ്ങനെ പിന്നെ അലീന പോയിട്ട് ആൻ്റപ്പൻ്റെയും പൗലോസും താമസിക്കുന്ന ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെ പോയിട്ട് അവരെ വിളിക്കുകയാണ്. അപ്പോൾ ആൻ്റപ്പനും പൗലോസും 8 മണിക്ക് മുന്നേ എണീറ്റ് വരുന്നത് വിളിക്കുന്നത് പറഞ്ഞിട്ട് അവർ എണീറ്റ് വരികയാണ്. അപ്പോൾ എണീറ്റ് വരുമ്പോഴാണ് അലീന. അപ്പോൾ അലീന ചോദിക്കും ഇത്രയും ലേറ്റ് ആയിട്ടാണോ നിങ്ങൾ എണീക്കാറ് എന്ന്. അപ്പോൾ പൗലോസ് പറയും അത് സാറിൻ്റെ ചിട്ടയാണ്, 8 മണിക്കാണ് ഇവിടെ നിന്ന് എണീക്കാറ്, പിന്നെ ഇവിടെ വൈകിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അപ്പോൾ അലീന പറയും എന്നൊരു കാര്യം ചെയ്യാം, ഇനി നാളെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ എണീക്കും, ഞാൻ നേരത്തെ എണീക്കുന്നത്. അപ്പോൾ പൗലോസ് പറയും ഇത്ര നേരത്തെ എണീറ്റ് ഇതൊക്കെ സാറുണ്ടാക്കിയ ചിട്ടകളാണ്, അതൊന്നും ഞങ്ങൾക്കങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ആൻ്റപ്പ ചേട്ടനും പൗലോസ് ചേട്ടനും അവർ 6 മണിക്ക് എണീക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. പൗലോസിന് അത്ര ഇഷ്ടപ്പെടണമൊന്നുമില്ല, പക്ഷേ ആൻ്റപ്പ ചേട്ടൻ പറയും ഓക്കെ ശരി നീറ്റോളാം, എന്താ വെച്ചാൽ മോള് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തീരുമാനമാക്കിയാൽ മതി എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്.